السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനത്തെ 10 ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ മനസ്സ് വെക്കേണ്ട ഒരു കാര്യം, പടച്ചറബിന്റെ മാപ്പും വിട്ടുവീഴ്ചയും പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, പൊറുക്കലിനെ തേടുക എന്നതാണ്. അൽ അഫൂ എന്നത് അള്ളാഹുവിന്റെ ഒരു നാമമാണ്, അഥവാ മാപ്പ് നൽകുന്നവൻ, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലദീ യംഹു അസ്സയ്യിആത്ത്, തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയുന്നവൻ. വയതജാവസു അനിൽ മആസി, അവന്റെ അടിമകളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ വിട്ടുമാപ്പാക്കുന്നവൻ, ഒഴിവാക്കി കൊടുക്കുന്നവൻ. അള്ളാഹുവിന്റെ ആ വിശിഷ്ട നാമവും അതുൾക്കൊള്ളുന്ന വിശേഷണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കാനും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പാപമോചനം നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ, അള്ളാഹു അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ്. ഇന്നല്ലാഹ ലഅഫൂവൻ ഗഫൂർ, അള്ളാഹു ധാരാളം മാപ്പ് ചെയ്യുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പടച്ചറബിന്റെ ആ നാമത്തെ സംബന്ധിച്ച് നമ്മെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, ധാരാളമായി ആ പ്രാർത്ഥന അധികരിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും നീ ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതിനാൽ പടച്ചവനെ, എനിക്ക് നീ മാപ്പ് നൽകണമേ, വിട്ടുവീഴ്ച ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കി നമ്മൾ തേടേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ റബ്ബ് ഇഷ്ടപ്പെടുന്ന നന്മകളിൽ വിനിയോഗിക്കേണ്ടതിന് പകരം അള്ളാഹു വെറുക്കുന്ന, വിനിയോഗിക്കരുത് എന്ന് പറഞ്ഞ തിന്മകളിൽ നമ്മൾ പലപ്പോഴും വിനിയോഗിച്ചു പോയിട്ടുണ്ട്. മനുഷ്യന്മാരെന്നുള്ള നിലയിൽ വീഴ്ചകളും കുറവുകളും ഏറെ ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നമ്മൾ കണ്ടുപോയിട്ടുണ്ട്, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് നമ്മൾ കേട്ടുപോയിട്ടുണ്ട്, നാവുകൊണ്ട് സംസാരിക്കാൻ പാടില്ലാത്തത് നമ്മൾ സംസാരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആ കണ്ണും കാതും നാവുമൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട നന്മകൾ പലപ്പോഴും നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ചെയ്യാതെ പോയിട്ടുണ്ട്. ഇങ്ങനെ സമ്പത്തും ആരോഗ്യവും സമയവും എന്ന് വേണ്ട അള്ളാഹു നൽകിയ സകലമാന അനുഗ്രഹങ്ങളും നന്മകളിൽ വിനിയോഗിക്കേണ്ടതിന് പകരം, പുണ്യങ്ങൾ കൊയ്തെടുക്കേണ്ടതിന് പകരം തിന്മകളിലൂടെ വിനിയോഗിച്ച് അള്ളാഹുവിന്റെ അതൃപ്തിയും പാപവും തെറ്റുകുറ്റങ്ങളും പേറിയിട്ടുള്ള നമ്മൾ, പരിശുദ്ധ റമദാൻ എന്നുള്ള അനുകൂലമായ സാഹചര്യം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടും ആ പാപക്കറകൾ കഴുകിക്കളയാൻ റബ്ബിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് മാപ്പിരന്ന് ആ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് റബ്ബിലേക്ക് ഏറ്റവും നല്ല മനസ്സോടുകൂടി തിരിയുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ റമദാൻ സാർത്ഥകമായി എന്ന് നമുക്ക് സമാശ്വസിക്കുവാൻ സാധിക്കും. അത് കേവലം റമദാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും റബ്ബിലേക്ക് അങ്ങനെ അടുക്കേണ്ടതാണ്. രാവിലെയും വൈകുന്നേരവും നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള അദ്കാറുസ് സ്വബാഹി വൽ മസാ, നാം ചൊല്ലുന്ന ദിക്റുകൾ, ദുആകളിൽ അത് പ്രത്യേകം കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. അതേപോലെ ശാരീരികമായ മാനസികമായ സൗഖ്യവും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിലും എനിക്കത് വേണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയിലും അഫുവിനെ, വിട്ടുവീഴ്ചയെ, മാപ്പിനെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മൾ പാപമോചനത്തിന് വേണ്ടി തേടണം. മറ്റുള്ളവർക്ക്
മാപ്പ് നൽകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അള്ളാഹു നമ്മെയും സ്വീകരിക്കും. അവസാനത്തെ 10 പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ നമ്മൾ ചൊല്ലാറുള്ള ദിക്റാണല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ ദുആന്റെ താല്പര്യം അല്ലാഹുവേ നീ പൊറുക്കുന്നവനാണ്, എനിക്ക് പുറത്തു തരണേ, നിനക്ക് പൊറുക്കലാണ് ഇഷ്ടം എന്നാണല്ലോ, മാപ്പപേക്ഷ. ഇത് നമ്മൾ അല്ലാഹുവിനോട് തേടുന്ന നേരത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്തു പോയാൽ അല്ലെങ്കിൽ ചെയ്താൽ നമ്മൾ അവരോട് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അവരോട് വെറുപ്പും വിദ്വേഷമായിട്ട് കഴിഞ്ഞുകൂടുന്നുണ്ടോ, അല്ല അവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താൽ, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ, ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, നീ അങ്ങനെ ചെയ്താൽ നിനക്ക് സ്വർഗം ലഭിക്കും. വിചാരണ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞടക്കാൻ പറ്റുന്ന രീതിയിൽ സ്വർഗം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക, പുറത്തു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുന്ന നേരത്തും നമുക്ക് ആ സ്വഭാവം ഉണ്ടോ എന്നിങ്ങനെ ആലോചിക്കുന്നത് നല്ലതാണ്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഒരു തവണ വുളു എടുക്കാൻ വേണ്ടി ഒരു കുളത്തിൽ ഇറങ്ങി. അപ്പൊ മഹാനവറുകളുടെ വസ്ത്രത്തിന്റെ മേലെ ധരിക്കുന്ന വസ്ത്രം, ഷാള്, കോട്ട് എന്നൊക്കെ പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, ആ വസ്ത്രവും മുസ്ഹാഫും മഹാനവറുകൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് വുളു എടുക്കുന്നത്. വുളു എടുത്ത് തീരുമ്പോൾ ഒരു സ്ത്രീ അത് രണ്ടും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ വിളിച്ചത്, യാ ഉഖ്തി, ഓ സഹോദരി, അന മഅറൂഫ്, ഞാൻ മഅറൂഫാണ്, നീ അത് എടുത്തതിൽ എനിക്കൊരു പരിഭവമില്ല. പിന്നെ ഒരു കാര്യം അന്വേഷിക്കാനുള്ളത്, ആ മുസാഫ് ഉപയോഗിച്ചിട്ട് ഖുർആൻ ഓതാൻ പറ്റിയ വല്ലവരും വീട്ടില് മകനോ ഭർത്താവോ ആരെങ്കിലൊക്കെ ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ ആ മുസാഫ് എനിക്ക് തന്നോളി, നിനക്കത് ഉപകാരമില്ലല്ലോ. ആ വസ്ത്രം ഏതായാലും മോൾ എടുത്തോളി. മാപ്പ് കൊടുക്കുന്ന ഒരു ചിത്രം ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരായി മാറേണ്ടതുണ്ട്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിനു വേണ്ടിയും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിനായും മത്സരിച്ചു മുന്നേറാൻ നമുക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെട്ട അവസരമായ റമളാൻ അതിന്റെ അവസാന 10 ദിനങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം തന്നെ അതിന്റെ ശ്രേഷ്ഠത പറയുവാൻ വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് ഏറെ ഗൗരവത്തോടുകൂടി അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉത്തരവുമായി കൊണ്ട് ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമാണ്. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ഇദാ ദഖലൽ അശ്റു അഹിയൽ ലൈല വശദ്ദ മിഅ്സറ വഅയ്ഖള അഹ്ലഹു, പ്രവാചകന്റെ രാത്രിയെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു. രാത്രി നമസ്കാരവുമായി കൊണ്ടും ഖുർആൻ പാരായണം, ദിക്റുകളും ദുആകളൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാക്കാറുണ്ട്. മുണ്ട് മുറുക്കിയെടുത്ത ഇബാദത്തുകൾക്ക് തയ്യാറാവാറുണ്ട്. കുടുംബത്തെ കൂടി ആരാധനകൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി വിളിച്ചുണർത്താറുണ്ട് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവസാന 10 ആ ഒരു രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്നത്. അതിൽ തന്നെ ഒറ്റ രാവുകളിലാണ് ഏറ്റവും കൂടുതൽ അതിന് സാധ്യതയുള്ളത് എന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും ശരി, ആ ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ എത്ര കൂടുതൽ സമയം നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നുവോ അത്രയും അത് ശ്രേഷ്ഠകരം തന്നെയാണ്. അതേപോലെ തന്നെ അവസാനത്തെ 10 ഇബാദത്തുകൾക്കായി കൊണ്ട് പള്ളിയിൽ മാറിയിരിക്കൽ, ഇഅ്തികാഫ്, ഈ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകം
സജ്ജയാക്കപ്പെട്ട പുണ്യക്രമമാണ്. പള്ളിയിൽ ഒരുമിച്ച് കൂടി വെറുതെ ഇരുന്ന് സംസാരിക്കാനോ സമയം ചെലവഴിക്കല്ലോ വേണ്ട, മറിച്ച് അനുഗ്രഹ വർഷത്തിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്നവർ ഒരു സെക്കൻഡ് പോലും ആ രാത്രിയിൽ പാഴാക്കാതെ ഇബാദത്തുകളിൽ മുഴുകുകയായിരിക്കണം. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. നമ്മളെ പടച്ച റബ്ബുമായി കൊണ്ടുള്ള ആത്മബന്ധം ഏറ്റവും കൂടുതൽ ആ റബ്ബുമായി കൊണ്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടത്. അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിലൊക്കെ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിലെ പാരായണം അധികരിപ്പിക്കുക തന്നെ വേണം. ഖുർആനിന്റെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഹലുകാരായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ രാത്രി തന്നെയാണല്ലോ ലൈലത്തുൽ ഖദർ. അതേപോലെ തന്നെ നമ്മളിൽ നിന്നുള്ള പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറുകളും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന സന്ദർഭം കൂടിയാണ് അവസാനത്തെ 10, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിന്റെ രാവുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദർ എന്താണ് പ്രവാചകരെ ഞാൻ കൂടുതൽ അധികരിപ്പിക്കേണ്ടത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ എല്ലാ പാപങ്ങളും വിട്ടുവീഴ്ച നൽകുന്നവനാണ്, അതുപോലെ തന്നെ വിട്ടുവീഴ്ച ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളിൽ നിന്നും എനിക്കുള്ള പാപമോചനവും വിട്ടുവീഴ്ചയൊക്കെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയാണ് നമ്മളും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യവാനാണ്. എത്രത്തോളം എന്നാൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാനും സ്വർഗത്തിനായി നമ്മളെ തയ്യാറാക്കുവാനും റഹ്മാനായ റബ്ബ് അതിനുള്ള അവസരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ധന്യമായ വരാനിരിക്കുന്ന 10 ദിവസങ്ങളെയും അതിനെ ഏറ്റവും ഫലവത്തായി ഉപയോഗപ്പെടുത്തുവാനുള്ള, അതിനുവേണ്ടി നമ്മളെ ഭൗതിക ജീവിതത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തണോ അതിനൊക്കെയുള്ള തീരുമാനങ്ങളെടുത്ത് അതിനെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.